അപ്പൊ മമ്മൂക്ക റീടേക്ക് ചെയ്യും പറയും, ബേബി ഇപ്പോൾ ചെയ്ത സാധനം കിട്ടത്തില്ല, ഞാൻ വേറെ ആയിരിക്കും ചെയ്യുന്നത്. കാതലടക്കം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കം ഞാൻ ചെയ്ത സിനിമകൾക്കെല്ലാം പിന്നെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നം തോന്നുന്നുണ്ട്. ഇപ്പം വളരെ സെൻസേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ ഒരു വലിയ ഷോയിലേക്ക് കൊണ്ടുവരുന്നതും നോർമലൈസ് ചെയ്യുന്നതും ശരിയല്ല, അത് കുട്ടികൾ കാണുന്ന ഷോയാണ് എന്ന് പറയുമ്പോൾ അജ്ഞതയാണ് കാരണം. ബോധം ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഉപ്പും മുളക്, അതുപോലെ MIT മൂസ, മറിമായം തുടങ്ങിയ സീരിയലുകൾക്ക് സ്ക്രീൻ റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സ്റ്റീഫൻ സ്പീൽബർഗിന്റെ ഡ്യൂവൽ എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, പേടിയുണ്ട്, കെട്ടിപ്പിടിച്ച് കരയുന്ന ഈ പറഞ്ഞ 2 സീൻസിനും ഒറ്റ ടേക്കേ ഉള്ളൂ. അതേ തുടർന്ന് ഞാൻ ബിസിനസ്സിലായി എന്റെ പഠിത്തം നിന്നു. ഭയങ്കര എന്നെ സംബന്ധിച്ച് പേഴ്സണലി നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകുന്നു. പല ഇടങ്ങളിൽ ഞാൻ ബ്ലൂ ഫിലിം ചെയ്തു എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരുന്ന് കണ്ട സിനിമയാണത്. എനിക്ക് പ്രത്യേകിച്ച് അതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് പോകുന്നു. ഞാൻ ഒരു സാധനവും കാണാതെ കേൾക്കാതെ ഇരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പഴയ സിനിമകൾക്ക് കൂടുതലും അതിനും ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കൂടുതൽ റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള പോലെ തോന്നുന്നു. ലോകത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളുടെ ലിസ്റ്റിലോട്ട് കൊണ്ടുപോകും. ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് അഭിനയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. നമുക്കായിട്ട് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞു, ലാലേട്ടനുമായിട്ടൊരു സിനിമയ്ക്ക് സാധ്യതയുണ്ടോ, എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്നൊരു സിനിമ ചെയ്യുമ്പം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് ഒരു സെൻസർഷിപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകൾക്ക് പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ശ്രീനിവാസൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് അല്ലെ. സെൻസർ ചെയ്യാൻ ചെല്ലുമ്പോൾ അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ അവർക്ക് ആഗ്രഹമുള്ള സിനിമകൾ മാത്രം സംഭവിച്ചാൽ മതി. മ്യൂസിക് എൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫാണ്. എൻ്റെ മോൻ്റെ പേര് മ്യൂസിക് എന്നാണ്. പിന്നെയാണ് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സ്വഭാവം കുറേ പ്രശ്നമുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ 36 ദിവസം ഒരു ബസ്സിൽ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടാക്കിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോരം ഓർമ്മകളുണ്ടാവും അല്ലേ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തിയേറ്റർ റിലീസ് ഒന്നും ഉണ്ടായില്ല. അഭിനയിക്ക് ആ സിനിമ എന്നല്ല, സിനിമ എന്ന് പറയുന്ന ഒരു അതിനോടൊന്നൊരു പാഷനാണ്. ലോകം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി ടോവിനെ കാണും. അതെ, തീർച്ചയായിട്ടും ചാത്തന്മാർ വരട്ടെ. അതെ, അപ്പൊ ഒരു മേഡിനെ ഒന്ന് വെക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ അവസ്ഥ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇതൊക്കെ ഭയങ്കര ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. അതെനിക്ക് തോന്നില്ല ഇനി എനിക്കൊരു ഒരു സിനിമയിൽ അത് പറ്റുമെന്ന്. 15 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സിനിമയാണ്. ചില ആൾക്കാരൊക്കെ അത് തിയേറ്ററിൽ വന്ന സമയത്ത് തലവേദന എടുത്തു എന്ന് വരെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ അത് ഞങ്ങൾ സ്നേഹിക്കുക.